വിവാദങ്ങൾക്കിടെ ആർ ശങ്കർ പ്രതിമ അനാച്ഛാദനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൊല്ലത്ത് നിർവഹിച്ചു. SN കോളേജ് ഗ്രൗണ്ടിലാണ് പ്രതിമ അനാച്ഛാദനം ചെയ്തത്. രാജ്കുമാർ കൊല്ലത്ത് നിന്നും. രാജ്കുമാർ, പ്രതിമ അനാച്ഛാദനം ചെയ്തുകൊണ്ട് പ്രധാനമന്ത്രി എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞത്? ഇതിൽ പ്രധാനമായും ഇന്ന് ആർ ശങ്കറുടെ മകൻ മോഹൻ ശങ്കർ ഇന്ന് രാവിലെ എന്തിന്റെ പേരിലാണോ ഈ ചടങ്ങ് ബഹിഷ്കരിക്കുന്നു എന്ന് പറഞ്ഞത്, അതിനെ അടിവരയിട്ട് മോഹൻ ശങ്കറിന്റെ ആശങ്കയും UDF LDF കക്ഷികൾ ഉന്നയിച്ച ആശങ്ക മൊത്തവും ശരിവെക്കുന്നതായിരുന്നു നരേന്ദ്രമോദി വന്നു പോയതിനു ശേഷമുള്ള ചിത്രം. ആർ ശങ്കർ സംഘപരിവാർ ശക്തികളുമായി അന്നേ ബന്ധമുണ്ടായിരുന്നു. ഹിന്ദു മണ്ഡലം രൂപീകരണവുമായി ബന്ധപ്പെട്ട് ആ സമയത്ത് തന്നെ ആർ ശങ്കറിന് ബന്ധമുണ്ടായിരുന്നു. ശ്യാമപ്രസാദ് മുഖർജിയെയാണ്, ജനസംഘത്തിന്റെ നേതാവായിരുന്ന ശ്യാമപ്രസാദ് മുഖർജിയാണ് അദ്ദേഹം ആർ ശങ്കർ ക്ഷണിച്ചിരുന്നത്. അന്ന് ആ ചടങ്ങിലേക്ക് ശ്യാമപ്രസാദിന് വരാൻ കഴിഞ്ഞിരുന്നില്ല. അതിൽ നിന്ന് അന്നത്തെ ജനസംഘം തന്നെയാണ് ഇന്നത്തെ BJP എന്നും മോദി അവകാശപ്പെട്ടു. ഇതിൽ കൃത്യമായ ഒരു സംഘപരിവാർ ആർ ശങ്കറിനെ മുഴുവനും ഇത് സംഘപരിവാർ ഏറ്റെടുക്കുന്നു, ആ നേതാവ് സംഘപരിവാറിന്റെ നേതാവ് തന്നെയാണ് എന്ന് വരുത്തി തീർത്തുകൊണ്ടാണ് മോദി ഈ ആർ ശങ്കറിന്റെ പ്രതിമ അനാച്ഛാദന ചടങ്ങിൽ നിന്ന് പോയത്. എന്തായാലും ശരി തന്നെ, വെള്ളാപ്പള്ളി നടേശനും അതേസമയം ഇതിൽ സംഘപരിവാർ ശക്തികൾക്ക് കൂടുതൽ ഇഷ്ടപ്പെടുന്ന തരത്തിൽ, അവരെ പ്രീതിപ്പെടുത്തുന്ന തരത്തിലാണ് അദ്ദേഹം സംസാരിച്ചത്. അദ്ദേഹം അതിൽ പ്രധാനമായും സച്ചാർ കമ്മിറ്റി റിപ്പോർട്ട് പ്രകാരം ന്യൂനപക്ഷ സമുദായങ്ങൾക്ക് എന്തൊക്കെ ആനുകൂല്യങ്ങൾ കിട്ടുന്നുണ്ടോ അതേ ആനുകൂല്യങ്ങൾ ഭൂരിപക്ഷ സമുദായത്തിന് കിട്ടണം. ഈ ആവശ്യം വെക്കുന്നതിനൊപ്പം തന്നെ സച്ചാർ കമ്മിറ്റി പ്രകാരം ന്യൂനപക്ഷ സമുദായങ്ങൾക്ക് കൊടുക്കുന്ന ആനുകൂല്യങ്ങൾ അർഹതയുള്ളവർക്കാണോ കിട്ടുന്നത്, അത് പരിശോധനയ്ക്ക് വിധേയമാക്കണമെന്നും വെള്ളാപ്പള്ളി നടേശൻ ആവശ്യപ്പെട്ടു. എന്തായാലും നമ്മൾ മുമ്പ് ഇത് നമ്മളെ പീപ്പിൾ TV പ്രധാനമായും നടത്തി വന്ന അല്ലെങ്കിൽ പുറത്തുവിട്ട വാർത്തകൾ മുഴുവനും ശരിവെക്കുന്ന വിധത്തിലേക്ക് ആർ ശങ്കർ പ്രതിമ അനാച്ഛാദന ചടങ്ങ് മാറി. പൂർണ്ണമായും SNDP യോഗത്തെ RSS സംഘപരിവാർ BJP ശക്തികൾ ഹൈജാക്ക് ചെയ്യുന്ന ഒരു ചിത്രമാണ് ഇപ്പോൾ ദൃശ്യമാകുന്നത്. തീർത്തും കൃത്യമായി പ്ലാൻഡോടുകൂടി ഇത്തരം പ്രസ്താവനകൾ നടത്താൻ ഈ വേദി നരേന്ദ്രമോദി ഉപയോഗിച്ചു. അത്തരത്തിൽ അദ്ദേഹത്തിന്റെ വാക്കുകളെ കാണേണ്ടതുണ്ടോ? നേരത്തെ മകൻ മോഹൻ ശങ്കർ എന്ത് നിലപാടാണ് ഇപ്പോഴത്തെ ആർ ശങ്കറിനോടുള്ള BJP നിലപാടുകളെ കുറിച്ച് പറഞ്ഞത്? അതിനെ അടിസ്ഥാനപ്പെടുത്തി നോക്കുമ്പോൾ പ്രധാനമന്ത്രിയുടെ വാക്കുകൾ കൃത്യമായി ചില അജണ്ടകളോടുകൂടി, മുൻവിധിയോടുകൂടി പ്ലാൻഡായി കൊല്ലത്തെ വേദി ഉപയോഗിക്കുകയായിരുന്നു. അങ്ങനെ കരുതേണ്ടതുണ്ടോ ആർ ശങ്കറിന്റെ മകന്റെ വാക്കുകളിൽ നിന്ന്? മോഹൻ ശങ്കർ ഇന്ന് രാവിലെ പറഞ്ഞത് ജന്മഭൂമി ലേഖനം, അത് ഈ പരിപാടി നടക്കുന്ന, അതായത് ഇന്നലെയാണ് ജന്മഭൂമിയിൽ വിവാദ ലേഖനം വന്നത്. ആർ ശങ്കറിന് RSS ബന്ധമുണ്ടായിരുന്നു. അദ്ദേഹം അദ്ദേഹം അഭിഭാഷകനായിരുന്ന സമയത്ത് RSS ശക്തികളുമായി അടുപ്പം പുലർത്തിയിരുന്നു, അതിൽ പ്രവർത്തിച്ചിരുന്നു, അനുഭാവിയായിരുന്നു എന്നതായിരുന്നു ലേഖനത്തിന്റെ ആകെത്തുക. ലേഖനത്തെ ചോദ്യം ചെയ്തുകൊണ്ടാണ് മോഹൻ ശങ്കർ രംഗത്ത് വന്നത്. അത് പ്രതിഷേധാർഹമാണ്, അതിനെ അപലപിക്കുന്നു. അങ്ങനെ ഒരിക്കലും തന്റെ പിതാവ് തികഞ്ഞ കോൺഗ്രസ് പ്രവർത്തകനും കേരള പ്രദേശ് കോൺഗ്രസ് പാർട്ടിയുടെ സ്ഥാപക നേതാക്കളിൽ ഒരു വ്യക്തി കൂടിയാണ്. അങ്ങനെ ഒരു നേതാവിനെ, സംഘപരിവാർ ശക്തികളുമായി ബന്ധമുള്ള നേതാവ് RSSകാരനാക്കി മാറ്റുന്നതിലാണ് തന്റെയും തന്റെ കുടുംബത്തിന്റെയും പ്രതിഷേധം. അത് ആ ഒരൊറ്റ കാരണത്താലാണ് ഇന്നത്തെ ഈ അനാച്ഛാദന ചടങ്ങിൽ പങ്കെടുക്കാത്തതെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. ഇത് തന്നെയാണ് ഇന്ന് നരേന്ദ്രമോദിയും പറഞ്ഞത്. അദ്ദേഹത്തിന്റെ ആശങ്ക ശരിവെക്കുന്നതായിരുന്നു നരേന്ദ്രമോദിയുടെ ഇന്നത്തെ പ്രസംഗം. ശ്യാമപ്രസാദ് മുഖർജി എന്ന് പറയുന്നത് ജനസംഘത്തിന്റെ നേതാവായിരുന്നു. ആ നേതാവിനെ ഹിന്ദു മണ്ഡല രൂപീകരണവുമായി ബന്ധപ്പെട്ട് ഈ ആർ ശങ്കർ ക്ഷണിച്ചിരുന്നു അദ്ദേഹത്തെ. എന്നാൽ ശ്യാമപ്രസാദ് മുഖർജിക്ക് ഈ ചടങ്ങിൽ പങ്കെടുക്കാൻ കഴിഞ്ഞിരുന്നില്ല. അപ്പോൾ അന്നത്തെ ജനസംഘം തന്നെയായിരുന്നു, ജനസംഘമാണ് ഇന്നത്തെ BJP. അപ്പൊ അതിന് യാതൊരു വ്യത്യാസവും വന്നിട്ടില്ല. വർഷങ്ങൾ കാലം പോയതല്ലാതെ ഇതിന്റെ രൂപഘടന BJP ആയി മാറുകയായിരുന്നു. അപ്പോൾ ആർ ശങ്കറിന് അക്കാലത്ത് തന്നെ, പതിറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ സംഘപരിവാർ ശക്തികളുമായി ബന്ധമുണ്ടായിരുന്നു എന്നുള്ളതാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു വെച്ചത്. രാജ്കുമാർ തുടരുക, ഇതുമായി ബന്ധപ്പെട്ട് പ്രധാനമന്ത്രിയുടെ വാക്കുകളിലേക്ക്. उन्होंने श्यामा प्रसाद मुखर्जी को निमंत्रित किया था। श्यामा प्रसाद मुखर्जी जिन्होंने जनसंघ की स्थापना की और जिसमें से बाद में भारतीय जनता पार्टी बनी, और जिस भारतीय जनता पार्टी का मैं कार्यकर्ता होने का गर्व अनुभव करता हूं, उन श्यामा प्रसाद मुखर्जी को आर शंकर जी ने यहां के समारोह के लिए निमंत्रित किया था. രാജ്കുമാർ കൊല്ലത്ത് നിന്നും. രാജ്കുമാർ, മകൻ മോഹൻ ശങ്കർ നേരത്തെ പറഞ്ഞതുമായി ബന്ധപ്പെട്ടും അതോടൊപ്പം തന്നെ നരേന്ദ്രമോദി ഇപ്പോൾ പറയുന്നതും സംബന്ധിച്ച് ചരിത്രപരമായി എന്തെങ്കിലും വിയോജിപ്പുകൾ അത് ആർ ശങ്കറിന്റെ കുടുംബത്തിൽ തന്നെ എത്രമാത്രമാണ് രൂക്ഷമായി നിലനിൽക്കുന്നത്?
ഞാൻ അല്പം മുമ്പ് സംസാരിച്ചിരുന്നു. അദ്ദേഹം പറയുന്നത് ജനസംഘത്തിന്റെ പുതിയ രൂപമല്ല BJP. BJP രൂപീകൃതമായിട്ട് ഈ 15-20 വർഷം മാത്രമേ ആയിട്ടുള്ളൂ. അതിനു മുമ്പ് BJP ഇല്ല. ജനസംഘത്തിന്റെ രൂപഘടന വേറെ, BJPയുടെ രൂപഘടന വേറെ. അതും ഇതുമായി സാമ്യപ്പെടുത്തി സംസാരിക്കുന്നതൊക്കെ ഒരു ഗൂഢാലോചനയുടെ ഭാഗമാണ്. അത് പിതൃത്വം അവകാശപ്പെടുന്നതാണ്. അതിനോട് തനിക്ക് യോജിക്കാൻ കഴിയുന്നില്ല. തന്റെ കണ്ടെത്തലുകൾ ശരിയായിരുന്നു എന്ന് ഇപ്പോൾ തെളിഞ്ഞില്ലേ എന്ന മറുചോദ്യം കൂടി മോഹൻ ശങ്കർ നമ്മളോട് ചോദിച്ചു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് താൻ ഇന്ന് ഈ ചടങ്ങ് ബഹിഷ്കരിച്ചത്. അത് ശരിയാണ്, താൻ ചെയ്തത് ശരി തന്നെയാണ്, തന്റെ പിതാവിനോട് താൻ ചെയ്തത് പിന്നെ നീതിയാണ് എന്ന തരത്തിലായിരുന്നു മോഹൻ ശങ്കറിന്റെയും വാക്കുകൾ. യെസ്, രാജ്കുമാർ.